ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് മെയ് 12 എനർജി, അതായത് മൺഡേ ഗൈഡൻസ് ആണ് നോക്കുന്നത്. ഇന്ന് ഫുൾ മൂൺ ആണ്, പൗർണമിയാണ്. അപ്പോൾ ഈ ഒരു ടൈം നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട്, ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് സമയം 5 മിനിറ്റ്സ് മൂൺലൈറ്റായിട്ട് കണക്ട് ചെയ്യുക, കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ലെറ്റ് ഗോ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ആ ഒരു റിച്വൽ ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ വിഷ് യു ആൾ ദ ബെസ്റ്റ്. നെക്സ്റ്റ്, നിങ്ങൾ റീഡിംഗ് കാണുന്നതിന് മുന്നേ ആയിട്ട് പൈൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇപ്രാവശ്യം 3 എനർജീസാണ് ഞാൻ വച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ മൺഡേ ഗൈഡൻസ് എന്താണെന്ന്. അപ്പോൾ ഇന്ന് ഫുൾ മൂൺ ആണ്, പൗർണമിയാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസ് നമുക്ക് ഫസ്റ്റ് നോക്കാം. അതിനുശേഷം ഇന്നത്തെ ഗൈഡൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം ഈ ഒരു ഫുൾ മൂൺ എനർജി നിങ്ങളുടെ ലൈഫിൽ ഏത് ഏരിയയിലാണ് ഫോക്കസ് കൊണ്ടുവരുന്നത്, എന്തെല്ലാം എനർജീസാണ് ഇവിടെ സർഫസ് ലെവലിലോട്ട് പൊങ്ങി വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫുൾ മൂൺ നിങ്ങളുടെ ലൈഫിൽ എന്ത് എനർജിയാണ് കൊണ്ടുവരുന്നത്? ഞാൻ 2 കാർഡ്സ് എടുക്കാം. താങ്ക് യു. ഓക്കെ, ഇവിടെ ഫസ്റ്റ് വന്നിട്ട് ഹാർമണി വന്നിട്ടുണ്ട്. ഒരു കാർഡും കൂടി എടുക്കാം. താങ്ക് യു. പെർസ്പെക്റ്റീവ്. ഫസ്റ്റ് വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ എവിടെയെല്ലാമാണോ ശാന്തി സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നത്, ഒരു കൺഫ്യൂഷൻ്റെ എനർജിയിലിരിക്കുന്നത്, അവിടെ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള ഒരു എനർജിയാണ് ഈ ഒരു ഫുൾ മൂൺ കൊണ്ടുവരുന്നത്. കുറച്ചും കൂടെ ബിഗർ പിക്ചർ, പൂർണ്ണരൂപം മനസ്സിലാക്കി തരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ടൈം പീരീഡാണ്. അപ്പോൾ അറ്റ് പ്രസൻറ്റ് നിങ്ങൾ എന്താ എനർജിയിലാണോ ഇരിക്കുന്നത് അത് കുറച്ചും കൂടെ കൂടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. ഇപ്പോൾ ഹാപ്പിനെസ്സിൻ്റെ എനർജിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ആ ഒരു എനർജി ഈ ഒരു സമയത്ത് കുറേ കൂടെ കൂടുന്നതായിട്ട്, ഇപ്പോൾ ഡൗട്ടാണെങ്കിൽ ആ ഒരു എനർജി കൂടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ കാഴ്ചപ്പാടിലോട്ടാണ് അറ്റൻഷൻ കൊണ്ടുവരുന്നത്. എവിടെയെല്ലാമാണ് കുറച്ചും കൂടെ ഹാർമണി, ഒരു ബാലൻസ് കൊണ്ടുവരേണ്ടത്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു എനർജിയാണ് ഈ ഒരു സമയത്ത് വരുന്നത്. കുറച്ച് പേർക്ക് സെൽഫ് വർത്ത് ഇഷ്യൂസ് ആയിരിക്കാം, കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, കുറച്ച് പേർക്ക് നിങ്ങളുടെ ടാലൻസ് ആയിരിക്കാം. നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പാഷൻ, എന്തെങ്കിലുമൊക്കെ ടാലൻസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയിലും ഫോക്കസ് വരുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഹയർ സെൽഫിൻ്റെ എനർജിയും വരുന്നുണ്ട്. ഒത്തിരി വിസ്ഡം, ഒത്തിരി അറിവ്, സ്പിരിച്വൽ എനർജിയും കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. സ്പിരിറ്റ് ഗൈഡ്സ്, സ്പിരിറ്റ് ആനിമൽസ് ഈ ഒരു സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിലായിരിക്കാം, കുറച്ച് പേർക്ക് ആത്മീയമായിട്ടുള്ള എനർജിയിൽ കുറച്ചും കൂടെ ഒരു എക്സ്പാൻഷൻ കൊണ്ടുവരാനായിട്ട്, അവിടെ എന്തെങ്കിലുമൊക്കെ പരിവർത്തനം കൊണ്ടുവരാനായിട്ടും കുറച്ച് പേരെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഫുൾ മൂൺ എനർജി വന്നിട്ട്. നെക്സ്റ്റ്, നിങ്ങളുടെ ആസ്ട്രോളജിക്കൽ എനർജി നോക്കാം. ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ ഏത് ഏരിയയിലാണ് ആക്ടിവേഷൻ സംഭവിക്കുന്നത്? ഓക്കെ, പൈൽ നമ്പർ 1 അഗെയിൻ പൈസീസിൻ്റെ എനർജി. നേരത്തെ നമ്മളിവിടെ കണ്ടില്ലായിരുന്നോ? സെയിം എനർജി റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ? ഹയർ സെൽഫ്. അപ്പോൾ ബാലൻസ്, സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി. കുറച്ച് പേർക്ക് കാര്യങ്ങളെ ആത്മീയമായിട്ട് നോക്കിക്കാണാനായിട്ട്, സ്പിരിച്വൽ രീതിയിൽ നോക്കിക്കാണാനായിട്ട്, അതോടൊപ്പം തന്നെ പ്രായോഗികമായിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സമയമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയിൽ ഒരു ആക്ടിവേഷൻ വരുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. പൈസീസ് വന്നിട്ട് കുറച്ച് പേർക്ക് റിലേഷൻഷിപ്സിലായിരിക്കാം. എഗെയിൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ സ്പിരിച്വാലിറ്റി, കുറച്ച് പേർക്ക്
സെൽഫ് റിഫ്ലക്ഷൻ്റെ എനർജി ആയിരിക്കാം, സബ് കോൺഷ്യസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്ന പഠിക്കുന്ന സമയമാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ടാകാം. ആൻസേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ടിരിക്കണം. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസാണ് ഇവിടെ ആക്ടിവേറ്റ് ആകുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ അട്രാക്ഷൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, മാഗ്നറ്റ്സിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലോട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ എനർജീസ് അട്രാക്റ്റ് ചെയ്യാനായിട്ടും തുടങ്ങുന്ന ഒരു സമയമാണ്. കുറച്ച് പേര് ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് അട്രാക്റ്റ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, ബാലൻസിൻ്റെ കുറവുണ്ടെങ്കിൽ അത് ആക്ടിവേറ്റ് ആകുന്നതായിരിക്കാം, അത് റിസ്റ്റോർ ആകുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം. പല രീതിയിൽ വേണമെങ്കിലും ആകാം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടും ആ ഒരു എനർജിയും ഇവിടെ ആക്ടിവേറ്റ് ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹെൽത്തി റിലേഷൻഷിപ്സും ആകാം. നെക്സ്റ്റ്, ഈ ഒരു ഫുൾ മൂൺ നിങ്ങളുടെ ലൈഫിൽ എന്ത് മാനിഫെസ്റ്റേഷൻസ് ആണ് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. പൈൽ നമ്പർ 1 ലൈഫിൽ താങ്ക് യു. 4 ഓഫ് സോഡ്സിൻ്റെ എനർജി. ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഷിഫ്റ്റ്, ചേഞ്ചസ്, മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. ഓക്കെ, അതിൽ നിന്നും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേര് ഹാർട്ട് ചക്ര ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടാകാം. കുറച്ചും കൂടെ തൻ്റെ ഹോം, തൻ്റെ ഇമോഷൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഹീലിംഗ് എനർജിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഓൾറെഡി ഇവിടെ ഹാർട്ട് ചക്രയിൽ ഒത്തിരി ഹീലിംഗ് എനർജി വന്നേക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ക്യൂൺ ഓഫ് പെൻറ്റക്കിൾസ്. അറ്റ് പ്രസൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പ്രോസ്പെരിറ്റി, അബൻഡൻസ് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടായിരിക്കാം, കുറച്ച് പേർക്ക് കംഫർട്ട് നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, ലൈഫിൽ കുറച്ചും കൂടെ സമാധാനം, ഗ്രോത്ത് നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് എന്ത് സിറ്റുവേഷൻ വന്നാലും അതിനെ കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ആ ഒരു പക്വതയുടെ എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് പീസ് നൽകുന്ന, സമാധാനം നൽകുന്ന, ഹാപ്പിനെസ് നൽകുന്ന എന്തെങ്കിലുമൊക്കെ എനർജീസ് നിങ്ങളുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതാണ്. അറ്റ് പ്രസൻറ്റ് ആ ഒരു എനർജി കൂടെയാണ് കുറച്ച് പേര് കടന്നു പോകുന്നത്. കുറച്ച് പേർക്ക് സെൽഫ് കെയറിൻ്റെ എനർജിയാണ്. നിങ്ങളെ കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യുക, നിങ്ങളുടെ ഹാപ്പിനെസ്സിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, കുറച്ചും കൂടെ സ്പിരിച്വാലിറ്റി, ആത്മീയത, അതിലെല്ലാം കുറച്ചും കൂടെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയും അറ്റ് പ്രസൻറ്റ് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നൈറ്റ് ഓഫ് വോൺസിൻ്റെ എനർജി. ഈ ഒരു 1 വീക്ക് ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി എനർജി, ഒത്തിരി പാഷൻ, ഒത്തിരി ബാലൻസ് തിരിച്ചു കൊണ്ടുവരാനായിട്ട്, ഹാപ്പിനെസ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര ആക്ടിവേറ്റ് ആകുന്നതായിട്ട്, ഒത്തിരി കോൺഫിഡൻസിൻ്റെ എനർജി, ലൈഫ് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനായിട്ട്, ആ ഒരു ലൈഫിൻ്റെ റിതം, ആ ഒരു ഫ്ലോയിൽ മുന്നോട്ട് പോകാനായിട്ടും കുറച്ച് പേർക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ഹോം, ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്സ് ആയിരിക്കാം. നെക്സ്റ്റ്, ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ ഏത് വൈബ്രേഷൻ, ഏത് എനർജിയിലിരിക്കണം എന്ന് നോക്കാം. ഈ ഒരു ബ്ലെസ്സിങ്സ് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ആറ്റിറ്റ്യൂഡ്, ഏത് മൈൻഡ് സെറ്റിലിരിക്കണം. ഇവിടെ ഫസ്റ്റ് വന്നിട്ട് ലൈഫ് ഈസ് വാട്ട് യു മേക്ക് ഇറ്റ്. അഗെയിൻ നിങ്ങളുടെ പെർസ്പെക്റ്റീവാണ്. നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ എനർജി കൊടുക്കുന്നത്, ഫോക്കസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാഴ്ചപ്പാടിൽ, പെർസ്പെക്റ്റീവിൽ ഇരുന്നിട്ടാണോ കാര്യങ്ങൾ നിങ്ങൾ വീക്ഷിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ആ ഒരു എനർജിയാണ് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാനായിട്ട്, എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ബി സ്ട്രോങ് ആൻഡ് കറേജിയസ്. അതോടൊപ്പം തന്നെ സ്ട്രോങ് ആയിട്ടിരിക്കുക. ആത്മധൈര്യത്തോടു കൂടി കാര്യങ്ങൾ നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിൽ വർക്ക് ചെയ്യുക. അതെല്ലാം ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് സോളാർ പ്ലെക്സസ് ചക്ര മെഡിറ്റേഷനും ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിലോട്ട് എന്ത് എനർജിയിൽ നിങ്ങൾ ഇരിക്കണം, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം നോക്കാം. അതായത് ഈ ഒരു ഫുൾ മൂൺ മുതൽ ന്യൂ മൂൺ വരെയുള്ള ടൈം പീരീഡിൽ എന്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. താങ്ക് യു.
ടേക്ക് എ ബ്രീത്തർ. ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ ക്യാൻസർ ആണ്. കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചും എന്തെങ്കിലും ഇമോഷണൽ എനർജി, എന്തെങ്കിലുമൊക്കെ വൈകാരികമായിട്ടുള്ള എനർജി, ഫാമിലി ഹോമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ പേഷ്യൻസോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ ഡ്രീംസിനെ കുറിച്ചിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങളുടെ ഗോൾസ്, ഡ്രീംസ് അത് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ട്രിഗേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് കുറച്ചും കൂടെ ഫെയ്ത്ത്, വിശ്വാസം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നിങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ യൂണിവേഴ്സിലായിരിക്കാം. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം, നിങ്ങൾ എന്താണ്, എഗെയിൻ ആ ഒരു പെർസ്പെക്റ്റീവാണ്, കാഴ്ചപ്പാടാണ്. അവിടെ കുറച്ചും കൂടെ ഒരു സ്ട്രോങ് എനർജി, പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ബ്രീത്തിങ് എക്സസൈസ്, നേച്ചറായിട്ട് കണക്ട് ചെയ്യുന്നത്, കുറച്ച് പേർക്ക് യോഗ, അതെല്ലാം ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിൽ. നെക്സ്റ്റ് നിങ്ങളുടെ ഇന്നത്തെ എനർജീസ് നോക്കാം. അപ്പോൾ മെയിൻ അഫർമേഷൻ നോക്കാം. ഇന്നത്തെ അഫർമേഷൻ എന്താണ്? പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. Today I am capable. Today I will accomplish every goal that I set for myself. കോൺഫിഡൻസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ കേപ്പബിലിറ്റി, നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് പെർസീവറൻസിൻ്റെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടായിരിക്കാം. അതായത് ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടാകുന്നുണ്ടാകാം, എന്തെങ്കിലും വറി, ടെൻഷൻസ് ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം ആ ഒരു വിൽ പവർ, ആ ഒരു ഡിറ്റർമിനേഷൻ്റെ എനർജി നിങ്ങളെ മുന്നോട്ട് ഗൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ചൂസ് ചെയ്യുക ഈ ഒരു സമയത്ത് വന്നിട്ട്. നെക്സ്റ്റ് ഇന്നത്തെ ഓവറോൾ എനർജീസ് നോക്കാം. പൈൽ നമ്പർ 1ൻ്റെ മറ്റേ ഓവറോൾ എനർജി എന്താണ്? ഹാങ്ഡ് മാൻ. ഇവിടെ അഗെയിൻ പൈസീസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ബാക്കിൽ വന്നിട്ട് 4 ഓഫ് സോഡ്സ് ആണ്. വാട്ട് ആസ്പെക്ട് ഓഫ് യുവർ ലൈഫ് നീഡ് റെസ്റ്റ് ആൻഡ് ഹീലിംഗ്. എന്തെങ്കിലും ടെൻഷൻസ്, വറി ഉണ്ടാകുന്നുണ്ടാകാം. ചിലപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്ന എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളായിരിക്കാം. കമ്മ്യൂണിക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ടെൻഷൻസ് ആയിരിക്കാം. അപ്പോൾ അതിനെ കുറച്ചും കൂടെ സ്പിരിച്വൽ രീതിയിൽ, ആത്മീയമായിട്ടുള്ള രീതിയിൽ നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുക. എഗെയിൻ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തതയില്ല, ക്ലാരിറ്റി ഇല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് പഠിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ നോളേജ്, നിങ്ങളുടെ അറിവ്, ഇതുവരെയുള്ള ആ ഒരു എക്സ്പീരിയൻസ് നന്നായിട്ട് ഈ ഒരു ദിവസം യൂസ് ചെയ്യുക. അതും ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. 7 ഓഫ് സോഡ്സിൻ്റെ എനർജി. എഗെയിൻ ഓവറായിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചിട്ട് വറി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട്, ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് നിങ്ങൾ എൻകറേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ എനർജി ഡൗൺ ആക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതും കുറച്ച് പേരെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നോക്കാം. പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ഇന്നത്തെ ബ്ലെസ്സിങ്സ് എന്താണ്? ചാരിയറ്റിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഏഞ്ചൽ പ്രൊട്ടക്ഷനാണ്, സ്പിരിച്വൽ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സ്പിരിച്വൽ പ്ലേസസിൽ വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ആയിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം കുറച്ച് പേർക്ക് വരുന്നത്. ഹയർ സെൽഫിൻ്റെ എനർജി, ആൻസിസ്റ്റേഴ്സിൻ്റെ എനർജി കാണുന്നുണ്ട് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. കുറച്ച് പേർക്ക് കുറച്ചും കൂടെ പഠിക്കാനായിട്ട്, ലേൺ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളെക്കുറിച്ചിട്ടായിരിക്കാം, നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ എനർജി, മാസ്കുലിൻ എനർജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിനെക്കുറിച്ചിട്ടൊക്കെ കുറച്ച് പേർക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ദിവസം സാധിക്കുന്നുണ്ടാകാം. എംപറർ. രണ്ടും മേജർ ആർക്കാനയാണ് വന്നേക്കുന്നത്. ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള എനർജീസ് കാണുന്നുണ്ട്. സ്ട്രോങ് ലീഡർഷിപ്പിൻ്റെ എനർജി കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലായിരിക്കാം, അല്ലെങ്കിൽ വേൾഡിൻ്റെ എനർജി ആയിരിക്കാം കുറച്ച് പേർക്ക്. അവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെൻറ്റ്, പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അത് പോസിബിൾ ആകുന്നുണ്ടാകാം. കുറച്ച് പേർക്ക്
ഹയർ അതോറിറ്റി, ഗവൺമെൻറ് അങ്ങനത്തെ എനർജീസിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ഇൻഫർമേഷൻ, എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജീസ് വരുന്നുണ്ടാകാം. ബാക്കിൽ കണ്ടോ, ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ന്യൂ കമ്മ്യൂണിക്കേഷൻ്റെ എനർജി ആയിരിക്കും. ഹെർമിറ്റിൻ്റെ എനർജിയും വരുന്നുണ്ട്. ഒത്തിരി നോളേജ്, ഒത്തിരി വിസ്ഡത്തിൻ്റെ എനർജിയും ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ എനർജിയുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നതുമാകാം. ഓക്കെ, അപ്പോൾ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ബ്ലെസ്സിങ്സ് കാണുന്നുണ്ട്. കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സ്ട്രോങ് എനർജിയിലിരിക്കാനായിട്ട്, ലീഡർഷിപ്പിൻ്റെ എനർജിയിലിരിക്കാനായിട്ടും നിങ്ങൾക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ഫുൾ മൂൺ എനർജിയും അതുപോലെ തന്നെ ഇന്നത്തെ ഗൈഡൻസും വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ മൺഡേ ഗൈഡൻസ് എന്താണെന്ന്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഫുൾ മൂൺ ആണ്, പൗർണമിയാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അതിനുശേഷം ഇന്നത്തെ ഗൈഡൻസ് നമുക്ക് നോക്കാം. അപ്പോൾ കാർഡ്സ് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്, കാരണം ഫസ്റ്റ് റീഡിങ്ങിൽ ഒത്തിരി ടൈം പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു മെഡിറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കുള്ള കാർഡ്സ് ആദ്യം എടുത്തു വയ്ക്കാം. അപ്പോൾ അത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഫുൾ മൂണായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസ് നോക്കാം. ആദ്യം നിങ്ങളുടെ ലൈഫിൽ ഏത് ഏരിയയിലാണ് ഈ ഒരു ഫുൾ മൂൺ എനർജി വർക്കാകുന്നത്? ഓക്കെ, എന്ത് ഫോക്കസാണ് കൊണ്ടുവരുന്നത് നോക്കാം. ജെൻറ്റൽനെസ്, ഡിയറിൻ്റെ എനർജിയാണ്. സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് സ്പിരിച്വാലിറ്റി ആയിട്ടുള്ള എനർജിയും ഫോക്കസിൽ വരുന്നുണ്ട്. കുറച്ച് പേർക്ക് പേടി, ഫിയറാണ്, ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. മാൻ നമ്മൾ കണ്ടിട്ടില്ലേ, പെട്ടെന്ന് ആങ്ഷ്യസ് ആകുന്നതാണ്. എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് വരണ സമയത്ത് അതിനെ നേരിടാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ വരണ സമയത്ത് എന്താണ് ചെയ്യുന്നത്, എന്താണ് തിങ്ക് ചെയ്യുന്നത്, അവിടെ ഒരു ക്ലാരിറ്റി, വ്യക്തത ഇല്ലാതെ വരുന്നതാണ്. ചിലപ്പോൾ എടുത്തു ചാടിയുള്ള ഡിസിഷൻസ് എടുക്കുന്നതാണ്. അപ്പോൾ അവിടെയെല്ലാം കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് ഫോക്കസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ജെൻറ്റൽനെസ് ആണ്. നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജി, ആ ഒരു ജെൻറ്റിലായിട്ടുള്ള നേച്ചർ, അവിടെയും കുറച്ച് പേർക്ക് ഫോക്കസ് വരുന്നുണ്ടാകാം. അഗെയിൻ ആ ഒരു സെൻസിറ്റിവിറ്റിയാണ് കാണിക്കുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആയിരിക്കാം. ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിരിക്കാം. ഒത്തിരി എനർജീസ് നിങ്ങൾക്ക് സെൻസ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് സാധിക്കുന്നുണ്ടാകാം. കാരണം ഫുൾ മൂൺ വന്നിട്ട് നമ്മളുടെ ഉള്ളിൽ എന്ത് എനർജിയാണോ ഉള്ളത് അത് കുറച്ചും കൂടെ എൻലാർജ് ചെയ്യുന്ന ടൈം പീരീഡാണ്. അപ്പോൾ നിങ്ങൾ ഒത്തിരി ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള, ഒത്തിരി ഡിവൈൻ ഫെമിനിൻ എനർജിയിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്ക് ഇൻറ്റ്യൂഷൻ, സ്പിരിച്വാലിറ്റി, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, കുറച്ച് പേർക്ക് ഇവിടെ കണക്ഷനും വരുന്നുണ്ട്. ഡിവൈൻ ആയിട്ടുള്ള കണക്ഷൻ ആയിരിക്കാം ഫോക്കസിൽ വരുന്നത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്സിൽ ഓവറോൾ വ്യക്തിബന്ധങ്ങൾ ഈ ഒരു സമയത്ത് ഫോക്കസിൽ വരുന്നുണ്ടാകാം. പാസ്റ്റിൽ നിങ്ങൾ ഒത്തിരി സെൻസിറ്റീവായിട്ട് റിയാക്ട് ചെയ്ത പല സിറ്റുവേഷനും ആയിരിക്കാം കുറച്ച് പേർക്ക് ഇത് വന്നിട്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ മെൻറ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ്, സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ്, അവിടെയും എനർജി ഫോക്കസിൽ വരുന്നുണ്ടാകാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, ഗ്രൗണ്ടഡ് ആയിട്ട് ഇരുന്നിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ, ആ ഒരു ഏരിയയിലും ഫോക്കസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ ആസ്ട്രോളജിക്കൽ എനർജിയാണ്. ഈ ഒരു ഫുൾ മൂൺ ആസ്ട്രോളജിക്കലി എന്ത് എനർജിയാണ് ആക്ടിവേറ്റ് ആക്കുന്നത്? ഇവിടെ ടോറസിൻ്റെ എനർജിയാണ്, ഇടവരാശിയാണ് വരുന്നത്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് മൂല്യം, വാല്യൂസ്, കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിരിക്കാം, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള സെൽഫ് വർത്ത് ആയിരിക്കാം. ആ ഒരു എനർജിയിൽ ഒരു ആക്ടിവേഷൻ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ യുവർ ഡ്രീംസ് നീഡ് എ പ്രാക്ടിക്കൽ പ്ലാൻ. കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട്, പ്രായോഗികമായിട്ട് എങ്ങനെ എനർജി ചാനൽ ചെയ്യാം, അവിടെ കുറച്ച് പേർക്ക് എനർജി വർക്കാകുന്നതാണ്. കുറച്ച് പേർക്ക് ഉപകാരം ചെയ്യുന്ന ഒരു എനർജിയാണ്. ഓക്കെ, അത് ആക്ടിവേറ്റ് ആകുന്നതായിരിക്കാം. ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ ഒത്തിരി ഇന്നർ ഹീലിംഗ് നടത്തിയേക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് കുറച്ച് പേർക്ക് ഓൾറെഡി അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാകാം. എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാകാം. കുറച്ചും കൂടെ ശാന്തമായിട്ട്, സമാധാനത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം.
കറൻ്റ്ലി വന്നിട്ട്, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ആ റൂട്ട് ചക്ര കുറച്ചും കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാകാം. കുറച്ച് പേർക്ക് അത് മണി ഫിനാൻസിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ സെക്യൂരിറ്റി, താൻ സേഫ് ആണോ, സെക്യൂർ ആണോ, അങ്ങനത്തെ പേടി, ഫിയറിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള എനർജീസ് വന്നിട്ടുണ്ടാകാം. ഇത്തിരി കറേജിൻ്റെ എനർജി കുറച്ച് പേരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്തേക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ വർദ്ധിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. ടെമ്പറൻസിൻ്റെ എനർജി ഇവിടെ ബാലൻസ് ആണ് കാണിക്കുന്നത്. കറൻ്റ്ലി ഇവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജിയിൽ ഒരു ബാലൻസ് ആണ്. സെക്രൽ ചക്ര, അതുപോലെ തന്നെ സോളാർ പ്ലെക്സസ് ചക്ര ഹീലിംഗ് പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി ഫോഴ്സ്, ഒത്തിരി എനർജി ആവശ്യമുള്ള ഒരു സിറ്റുവേഷനും ഇവിടെ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നുണ്ടാകാം. അങ്ങനത്തെ എന്തെങ്കിലും ഒരു കരിയർ, ജോബ് ഓപ്പർച്യൂണിറ്റി കുറച്ച് പേര് ചൂസ് ചെയ്യുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഒത്തിരി ഫോഴ്സ്, ഒത്തിരി പാഷൻ ആവശ്യമുള്ള എന്തെങ്കിലും എനർജീസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും അറ്റ് പ്രസൻറ്റ് കുറച്ച് പേര് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ എനർജിയിൽ ഒരു പ്രൊട്ടക്ഷനാണ്. കാരണം ആർക്കേഞ്ചൽ മൈക്കിൾ വന്നിട്ട് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ നൽകുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിൻ്റെ ഉള്ളിൽ, 7 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഹീലിംഗ് എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹാർട്ട് ചക്രയിൽ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജീസ് വരുന്നുണ്ടാകാം. ഹാപ്പിനെസ് നൽകുന്ന, സന്തോഷം നൽകുന്ന ഒത്തിരി ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് പാസ്റ്റിൽ എന്തെങ്കിലും എനർജീസിൽ ഹീലിംഗ് ആയിരിക്കാം. കുറച്ച് പേർക്ക് കുറച്ചും കൂടെ പ്രത്യാശ, ഹോപ്പിൻ്റെ എനർജി ആയിരിക്കാം. അപ്പോൾ ഒത്തിരി സ്നേഹം, കമ്പാഷൻ്റെ എനർജി മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നത് ഡ്രീം ബിഗ്. ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ നിങ്ങളുടെ ഡ്രീംസ് എന്താണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചിട്ട് കുറച്ചും കൂടെ ചിന്തിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾ ഒത്തിരി ഡ്രീംസ് നിങ്ങളുടെ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ടാകാം. പക്ഷെ അതിന് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കാനായിട്ട്, മുന്നോട്ട് നിന്ന് പ്രവർത്തിക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? എഗെയിൻ പ്രാക്ടിക്കൽ, ആ ഒരു എനർജിയും ചൂസ് ചെയ്യുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്നതും ഇന്നത്തെ ദിവസം നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾ ഒത്തിരി എന്താ പറയുക, ഒത്തിരി ലിമിറ്റഡ് ആയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അതും കുറച്ചൊന്ന് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. യൂണിവേഴ്സ് വന്നിട്ട് അബണ്ടൻ്റ് ആണ്. ഒൺലി തിങ്, നിങ്ങൾ കറക്റ്റായിട്ടുള്ള എനർജിയിലിരുന്നിട്ട് അത് നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറച്ച് പേർക്ക് ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിനെക്കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നതും ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഇനി വരുന്ന സമയങ്ങളിൽ നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ കാര്യങ്ങൾ ചേസ് ചെയ്യുന്നതിന് പകരം, പുറകെ നടക്കുന്നതിന് പകരമായിട്ട് എന്താണോ വേണ്ടത് ആ ഒരു എനർജി ആയിട്ട് മാറാനായിട്ട് ശ്രമിക്കുക. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിലോട്ട് ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നതാണ്. നെക്സ്റ്റ്, ഇനി വരുന്ന ഫ്യൂ ഡേയ്സിൽ നിങ്ങൾ ഏത് എനർജിയിലിരിക്കണം നോക്കാം. അതായത് ഈ ഒരു ഫുൾ മൂൺ മുതൽ ന്യൂ മൂൺ വരെയുള്ള ടൈം പീരീഡിൽ എന്ത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നോക്കാം. ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീംസ്. കണ്ടോ, ഫെയ്ത്തിൻ്റെ എനർജി വളരെ അത്യാവശ്യമാണ്. അത് നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതാണ് നെക്സ്റ്റ് വരുന്ന ടൈം പീരീഡിൽ. കുറച്ച് പേർക്ക് പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങൾ റിലീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിരാശകളായിരിക്കാം, അല്ലെങ്കിൽ മടിയായിരിക്കാം, ഒന്നിനോട് താല്പര്യമില്ലാത്ത എനർജിയിൽ കുറേ നാളായിട്ട് ഇരുന്നിട്ടുണ്ടാകാം. അപ്പോൾ അതെല്ലാം ചേഞ്ച് ചെയ്യാനായിട്ട്, പോസിറ്റീവ് എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഒരു എന്താ പറയുക, ഒരു ദൃഢനിശ്ചയം, ഒരു എനർജിയിലോട്ട് വരാനായിട്ടും ശ്രമിക്കുക. അതും ഒത്തിരി പേരെ സഹായിക്കുന്നതാണ്. അപ്പോൾ കുറേ കൂടെ ഫെയ്ത്ത് കൊണ്ടുവരിക, വിശ്വാസം കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടും ശ്രമിക്കുക, ആക്ഷൻസ് എടുക്കാനായിട്ടും ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് അത് ഫുൾഫിൽ ആകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് ഫുൾ മൂൺ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസ് വന്നിട്ട്. നെക്സ്റ്റ് ഇന്നത്തെ മെസ്സേജസ് നോക്കാം. ഫസ്റ്റ് നിങ്ങളുടെ അഫർമേഷൻ എന്താണ്? Today I believe, today I will see the miracles and love surrounding me. നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജി കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് നിലനിർത്താനായിട്ടാണ് പറയുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള എനർജി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിഷമം വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ എനർജി, ഫീലിങ്സ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെയും ശ്രദ്ധിക്കുക. അല്ല, നിങ്ങളാണ് മറ്റുള്ളവരുടെ എനർജീസ് ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അവിടെ കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. നിങ്ങളെ ബിലീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കുക.
നിങ്ങളുടെ ഉള്ളിലെ മിറാക്കിൾസ്, നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള അബണ്ടൻസ്, അതെല്ലാം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾക്ക് ചുറ്റും സ്നേഹം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ അടുത്തോട്ട് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജീസ് വരുന്നുണ്ടാകാം, ഒത്തിരി ഹെൽപ്പ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. പക്ഷെ അത് മനസ്സിലാക്കാനായിട്ട് കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടിരിക്കാനായിട്ടും പറയുന്നുണ്ട്. ഇവിടെ 9 ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. വാട്ട് സിറ്റുവേഷൻ ഇൻ യുവർ ലൈഫ് ഇസ് ക്രിയേറ്റിംഗ് ഫിയർ ആൻഡ് ആങ്സൈറ്റി ആൻഡ് വാട്ട് ഈസ് ദ ഫീലിംഗ് ട്രൈങ് ടു ടെൽ യു. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഫീലിങ്സ്, ഇമോഷൻസ് നിങ്ങളോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, എന്താണ് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള എനർജി, അതെന്താണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്, അത് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് എന്ത് സിറ്റുവേഷൻ ആയാലും, എന്ത് ചാലഞ്ച് ആയാലും അവിടെ വിസ്ഡം, അവിടെ സ്റ്റെബിലിറ്റി എങ്ങനെ കണ്ടെത്താം, അതും ഒരു തീമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളെ പേടിപ്പെടുത്തുന്നത്, ആങ്ഷ്യസ് ആയിട്ടുള്ള എനർജിയിൽ നിർത്തുന്നത്, അവിടെ എങ്ങനെ സ്റ്റെബിലിറ്റി കൊണ്ടുവരാം, നിങ്ങളുടെ പാസ്റ്റിലെ എക്സ്പീരിയൻസിലെ വിസ്ഡം എങ്ങനെ യൂസ് ചെയ്യാം, അതിലോട്ട് നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കുക. അത് നിങ്ങളെ ഇന്നത്തെ ദിവസം സഹായിക്കുന്നതാണ്. സണ്ണിൻ്റെ എനർജി, കുറച്ച് പേർക്ക് ഓൾറെഡി ഒത്തിരി പോസിറ്റീവ് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വന്നേക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫുൾ മൂൺ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അത് കുറച്ചും കൂടെ എംബ്രേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് പോസിറ്റീവായിട്ടുള്ള കണക്ഷൻസ് ആയിരിക്കാം, പോസിറ്റീവായിട്ടുള്ള ന്യൂ റിലേഷൻഷിപ്സ് ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി മാറ്റങ്ങൾ, ഒത്തിരി ഹീലിംഗ് കൊണ്ടുവരാനായിട്ടും നിങ്ങൾക്ക് ഓൾറെഡി സാധിച്ചിട്ടുണ്ടാകാം. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് 2 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഇവിടെ വന്നിട്ട് ഡിസിഷൻസിൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളെടുത്ത പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ് ഈ ഒരു സമയത്ത് പോസിറ്റീവായിട്ട് വരുന്നതായിട്ട്, അതിൻ്റെ ഫ്രൂട്ട്സ്, അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി കൂടെ കറൻ്റ്ലി നിങ്ങൾ പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ, ലവിൻ്റെ എനർജി, കമ്പാഷൻ്റെ എനർജി, ഹീലിങ്ങിൻ്റെ എനർജി ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത്. കുറച്ച് പേര് നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ടാലൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ കഴിവുകളായിരിക്കോട്ടെ, അത് വേൾഡായിട്ട് ഷെയർ ചെയ്യാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. എന്തെങ്കിലും പുതിയ ജോബ്, എന്തെങ്കിലും കരിയർ, അത് കുറച്ച് പേര് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും എന്തെങ്കിലുമൊക്കെ എനർജീസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് എന്തെങ്കിലും പോസിറ്റീവ് ഡിസിഷൻസും എടുക്കുന്നുണ്ടാകാം. ദ ഫൂൾ, ന്യൂ ബിഗിനിങ്. നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ന്യൂ ബിഗിനിങ്സ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പല മേഖലയിലായിരിക്കാം ഇത് സംഭവിക്കുന്നത്. കുറച്ച് പേർക്ക് എന്തെങ്കിലും സ്റ്റക്കായിട്ട് നിന്ന സിറ്റുവേഷൻ, ക്ലാരിറ്റിയില്ല, വ്യക്തതയില്ലാതിരുന്ന എന്തെങ്കിലും സിറ്റുവേഷനിൽ ഒരു എന്താ പറയുക, പുതിയൊരു നോളേജ്, അറിവ്, ഒരു ന്യൂ എനർജി കടന്നു വരുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ലിറ്ററലി എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ബ്ലെസ്സിങ് ആയിരിക്കാം, ന്യൂ പ്രൊജക്റ്റ് ആയിരിക്കാം, കരിയർ ആയിരിക്കാം, നിങ്ങളുടെ പാഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി കറേജ് വരുന്നതായിട്ട്, ധൈര്യം വരുന്നതായിട്ട്, ഒരു ന്യൂ എനർജിയിൽ ടാപ്പിൻ ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓവറോൾ ഒത്തിരി ബ്ലെസ്സിങ്സ്, ഒത്തിരി പോസിറ്റീവ് എനർജീസ് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും ഈ ഒരു സമയത്ത്. നിങ്ങൾ ഒത്തിരി സെൻസിറ്റീവ് ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് എല്ലാം പല കാര്യങ്ങളുടെ സത്യം, ഇല്യൂമിനേഷൻ്റെ എനർജിയിലോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അതെല്ലാം ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ഫുൾ മൂൺ, അതുപോലെ തന്നെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ മൺഡേ ഗൈഡൻസ് എന്താണെന്ന്. ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഫുൾ മൂൺ ആണ്, പൗർണമിയാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. അതിനുശേഷം ഇന്നത്തെ ഗൈഡൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ കാർഡ്സ് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഫസ്റ്റ് പൈലിൽ ഒത്തിരി ടൈം എടുത്തു, അതുകൊണ്ടിട്ട് ഞാൻ മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങൾക്കുള്ള കാർഡ്സ് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള പൈലാണ്. സാധാരണ ഞാൻ 2 ഓപ്ഷൻസാണ് വെക്കാറ്, പക്ഷേ ഇന്ന് 3 എണ്ണം വയ്ക്കാനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങൾ സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള എനർജീസ് നോക്കാം. ഫസ്റ്റ് ഈ ഒരു ഫുൾ മൂൺ ഏത് ഏരിയയിലാണ് ഫോക്കസ് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. ഓക്കെ,
ഹോണസ്റ്റി, സത്യസന്ധത, ഗ്രേസിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ലവ്, റിലേഷൻഷിപ്പ് ആ ഒരു ഏരിയയിലാണ് ഈ ഒരു ഫുൾ മൂണിൻ്റെ എനർജി ഫോക്കസിൽ വരുന്നത്. കുറച്ച് പേർക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ ഗ്രേസ്ഫുള്ളി, കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ടും ഈ ഒരു ഫുൾ മൂൺ എനർജി നിങ്ങളെ എൻകറേജ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇലൂമിനേഷനാണ്, സത്യം, നീതി, അത് കുറച്ച് പേർക്ക് മനസ്സിലാക്കാനായിട്ടും എനർജീസ് വർക്കാകുന്നതാണ്. കുറച്ച് പേർക്ക് ഒത്തിരി നമ്മൾ പറയില്ലേ തൊലിക്കട്ടിയുടെ എനർജി എന്ന് പറയില്ലേ, കാര്യങ്ങളെ ഫേസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു എനർജിയും കുറച്ച് പേർക്ക് ഫോക്കസിൽ വരുന്നുണ്ടാകാം. അതോടൊപ്പം തന്നെ ഇന്ന് നിങ്ങൾ എന്ത് എനർജിയിലാണോ ഇരിക്കുന്നത് അത് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാഡ്നെസ്സിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ ഗ്രേസ്ഫുള്ളി ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് എന്താ പറയുക, ആ ഒരു എനർജി മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള എനർജീസ് ചൂസ് ചെയ്യുക, അത് ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് സത്യസന്ധമായിട്ടുള്ള ആൻസർ, ക്ലാരിറ്റിയോടുകൂടി വ്യക്തതയോടുകൂടിയുള്ള ഒരു ആൻസർ കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും മെസ്സേജ്, കമ്മ്യൂണിക്കേഷൻ അത് കുറച്ച് പേർക്ക് റിസീവ് ആകുന്നുണ്ടാകാം ഈ ഒരു ടൈം പീരീഡിൽ വന്നിട്ട്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ ആസ്ട്രോളജിക്കലി എന്ത് എനർജിയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് നോക്കുക. ഇവിടെ ഫുൾ മൂൺ ഇൻ സ്കോർപ്പിയോ ആണ് വന്നേക്കുന്നത്. ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള എനർജീസ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാനായിട്ടുള്ള എനർജീസ് ആക്ടിവേറ്റ് ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും താൻ സേഫ് ആണോ, സെക്യൂർ ആണോ, അല്ലെങ്കിൽ ലൗഡ് വൺസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. എന്തെങ്കിലും ഫിയർ, ആങ്സൈറ്റിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാനായിട്ട് നിങ്ങളെ ഈ ഒരു ഫുൾ മൂൺ എനർജി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ്, എന്തെങ്കിലും ഷിഫ്റ്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് അത് ഗ്രേസ്ഫുള്ളി അക്സെപ്റ്റ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ ഒത്തിരി ഹീലിംഗ്, ഒത്തിരി റിലീസിൻ്റെ എനർജി, ഒത്തിരി കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ടാണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. പല കാര്യങ്ങളായിരിക്കാം, ലവ് റിലേഷൻഷിപ്പിലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഉള്ളിലുള്ള എന്തെങ്കിലും ദേഷ്യമായിരിക്കാം, ഫ്രസ്ട്രേഷൻ്റെ എനർജി ആയിരിക്കാം. എന്തായാലും അത് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഫുൾ മൂൺ നിങ്ങളുടെ ലൈഫിൽ എന്ത് മാനിഫെസ്റ്റേഷൻസ് ആണ് കൊണ്ടുവരുന്നതെന്ന് നോക്കുക. നിങ്ങൾക്ക് എക്സ്ട്രാ 2 കാർഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ കാർഡ്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിരിക്കാം ഈ ഒരു ടൈം പീരീഡിൽ വന്നിട്ട്. കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വൽ ആയിട്ടുള്ള, ആത്മീയമായിട്ടുള്ള എനർജിയാണ്. ഇത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ്. ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് ലവ്, റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിലായിരിക്കാം. ടെലിപ്പതിയുടെ എനർജി വർക്കാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പരസ്പരം കുറച്ചും കൂടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരാനായിട്ട് വേറൊരു വ്യക്തി എന്താണ് പറയാൻ പോകുന്നത്, ചിന്തിക്കുന്നത്, അതെല്ലാം കുറച്ചും കൂടെ ഇൻറ്റ്യൂറ്റീവ്ലി കുറച്ച് പേർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. സ്റ്റെബിലിറ്റിയാണ്. അറ്റ് പ്രസൻറ്റ് നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും കൂടെയും കുറച്ച് പേര് പോകുന്നതാണ്. എന്തെങ്കിലും ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് കുറച്ച് പേർക്ക് എൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അവസരം ലഭിക്കുന്നതാണ്. അതുവഴി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് കൊണ്ടുവരാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡാണ്. കുറച്ച് പേർക്ക് ഇത് അഗെയിൻ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ആത്മീയമായിട്ട് ഒത്തിരി ക്ലെൻസിങ് സംഭവിക്കുന്ന ഒരു ടൈം പീരീഡായിട്ടും ഈ ഒരു സമയം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണ്, സോൾ പർപ്പസ് എന്താണ്, അതായിട്ടുള്ള ഒരു കണക്ഷനും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ജേർണിയുടെ സ്റ്റാർട്ടിങ് ഫേസിലായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്കറിയാം നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണ്. അപ്പോൾ നിങ്ങളുടെ ഡെസ്റ്റിനി, സോൾ പർപ്പസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്ട് ചെയ്ത് വരുന്നതാണ്. നെക്സ്റ്റ് വന്നിട്ട് എക്സ്ട്രാ കാർഡ്സ് ആണ്. ചാരിയറ്റിൻ്റെ എനർജിയും 8 ഓഫ് കപ്സിൻ്റെ എനർജിയും. കുറച്ച് പേർക്ക് ഇനി വരുന്ന നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ പോർട്ടൽ, ന്യൂ എനർജീസ് ഓപ്പൺ ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും നിങ്ങൾ പാസ്റ്റിൽ കുറേ നാളായിട്ട് ഒത്തിരി ഹീലിംഗ് ചെയ്തിട്ടുണ്ടാകാം, ഒത്തിരി റിഫ്ലക്ഷൻ പ്രോസസ്സിൽ കൂടെ പോയിട്ടുണ്ടാകാം. നിങ്ങളെ മനസ്സിലാക്കാനായിട്ട്, നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഒത്തിരി
ഇന്നർ ഹീലിംഗ് നടത്തിയിട്ടുണ്ടാകാം. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ എനർജി, ന്യൂ ബിഗിനിങ് പോർട്ടൽ നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആകുന്നതാണ്. അപ്പോൾ പാസ്റ്റിലെ പല കാര്യങ്ങളും ലെറ്റ് ഗോ ചെയ്തിട്ട് ഒരു പോസിറ്റീവ് ഡയറക്ഷനിൽ നിങ്ങൾ മൂവ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിൻ്റെ ഉള്ളിൽ. അതോടൊപ്പം തന്നെ മാരേജ് ആയിട്ട് കണക്ട് ചെയ്തിട്ട്, ലവ് റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജീസും വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് കൊളാബറേഷൻ്റെ എനർജിയാണ്, എല്ലാവരുമായിട്ട് ചേർന്ന് ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ് ഫ്യൂ ഡേയ്സിൽ നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത്. ചിലപ്പോൾ ഒത്തിരി മീറ്റിങ്സ്, ഒത്തിരി ഡിസ്കഷൻസിൻ്റെ എനർജിയും വരുന്നുണ്ടാകാം നിങ്ങളുടെ ഫാമിലി, ഹോമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അതുവഴി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ ജേർണി സ്റ്റാർട്ട് ആകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ട്രാവലിൻ്റെ എനർജിയാണ്. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എനർജീസ് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നുണ്ടാകാം. നിങ്ങൾ ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു ഗ്രൂപ്പായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ എനർജിയാണ് നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഫുൾ മൂൺ മുതൽ അടുത്ത ന്യൂ മൂൺ വരെയുള്ള ടൈം പീരീഡിൽ എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കുക. ലൈറ്റൺ അപ്പ്, കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി ഓവർവെൽമിങ് എനർജി, ഒത്തിരി ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ, ഒത്തിരി സ്ട്രെസ് എനർജി കൂടെ പോകുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യുക, എനർജി കുറച്ചൊന്ന് ലൈറ്റൺ അപ്പ് ചെയ്യുക, വേണ്ടാത്ത കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. അപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ അവിടെ കെയർഫുള്ളായിട്ടിരിക്കുക, അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ എന്ത് എനർജി ചൂസ് ചെയ്യണം നോക്കുക. എസ്കേപ്പ് ടു ദ സ്റ്റാർസ്. കുറച്ച് പേർക്ക് നിങ്ങളെക്കുറിച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആസ്ട്രോളജിക്കലി നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ജ്ഞാനം നേടാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് സ്റ്റാർസായിട്ട്, മൂണായിട്ട്, യൂണിവേഴ്സായിട്ട് കുറച്ചൊന്ന് കണക്ട് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതെല്ലാം നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് കുറച്ചൊരു സ്പേസാണ്, സമയം, ടൈമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അതും നിങ്ങളെ റിലാക്സ്ഡ് ആക്കി നിർത്തുന്നതാണ്, ക്ലെൻസ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫുൾ മൂണായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസ് വന്നിട്ട്. നെക്സ്റ്റ് വന്നിട്ട് ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നോക്കാം. ഫസ്റ്റ് ഇന്നത്തെ അഫർമേഷൻ എന്താണെന്ന് നോക്കാം. ടുഡേ ഐ ആം ഹാപ്പി. ടുഡേ ഹാപ്പിനെസ് ആൻഡ് ലവ് വിൽ ഫിൽ മൈ ഹാർട്ട് ആൻഡ് സോൾ ഓൾ ഡേ. മെയിനായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഹാർട്ട് ചക്ര ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാത്തിലും ഒരു പോസിറ്റീവ് എനർജി കണ്ടെത്താനായിട്ടും ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജി, നിങ്ങളോടും മറ്റുള്ളവരോടും ആ ഒരു താങ്ക്ഫുൾ എനർജി ഷോ ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതും നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജീസായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹാപ്പിനെസ് നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ചൂസ് ചെയ്യുക. കുറച്ച് പേർക്ക് മറ്റുള്ളവരെ സഹായിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും മേടിക്കുമ്പോഴായിരിക്കാം. അപ്പോൾ അതെന്താണോ അത് ചൂസ് ചെയ്യുക ഈ ഒരു സമയത്ത് വന്നിട്ട്. നെക്സ്റ്റ് ഇന്നത്തെ ഓവറോൾ എനർജി വന്നിട്ട് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളോട് ഇന്ന് പറയുന്നത്, എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും അവിടെ സ്നേഹം, കമ്പാഷൻ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹീലിങ്ങിൻ്റെ എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സ്നേഹം, കമ്പാഷൻ, ഹീലിംഗ് ആണ് മെയിൻ ഒരു തീമായിട്ട് ഈ ഒരു ദിവസം വരുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാനായിട്ട് എന്തെങ്കിലുമൊക്കെ എനർജീസ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ന്യൂ ബിഗിനിങ് ആയിരിക്കാം. അപ്പോൾ അവിടെയെല്ലാം കുറച്ചൊരു ശ്രദ്ധ കൊടുക്കാനായിട്ടും ശ്രമിക്കുക. അതെല്ലാം പോസിറ്റീവ് ഡയറക്ഷനിൽ നിങ്ങളെ മൂവ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഫൈറ്റ്സ്, ആർഗ്യുമെൻറ്റ്സ് അവോയ്ഡ് ചെയ്യുക. അവിടെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ഉള്ളിലാണ് എന്തെങ്കിലും ജലസി, എൻവി, ദേഷ്യത്തിൻ്റെ എനർജി ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനായിട്ട്, അത് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് പകരം സ്നേഹം ചൂസ് ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ, ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ്, ആ ഒരു എനർജിയെ ചൂസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ സ്റ്റാർ, അതുപോലെ തന്നെ 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒത്തിരി ഹീലിംഗ് എനർജി, ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ഹീലിംഗ് എനർജി നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതാണ്.
കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹാർഡ് വർക്കിന് നെയിം ഫെയിം റെക്കഗ്നിഷൻ ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ്, എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൗഡഡ് ആയിട്ടുള്ള ഒരു എനർജിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെയും കുറച്ചൊരു റിലീഫ്, കുറച്ചൊരു ആശ്വാസം ലഭിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം, ഹെഡ് ഏക്ക്, വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസിലും കുറച്ച് പേർക്ക് ഹീലിംഗ് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് പേരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ചാലഞ്ചസ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക. അവിടെ ഒരു പുതിയൊരു ഡിസിഷൻ, ഒരു ബെറ്റർ ചോയ്സ് എടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറച്ചും കൂടെ പോസിറ്റിവിറ്റി കടന്നു വരാനായിട്ട് നിങ്ങൾ സ്പേസ് ഒരുക്കുന്നതാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക. അതും കുറച്ച് പേരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 3 ചൂസ് ചെയ്തവരുടെ ഫുൾ മൂൺ എനർജിയും അതുപോലെ തന്നെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസും വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.